തിയറം. ഈ തിയറം പറയുന്നത് ടി എ എന്നുള്ള ഒരു മെട്രിക്സ് ട്രാൻസ്ഫർമേഷൻ ആർ എൻ എന്ന് ആർ എമ്മിലേക്ക് ഉണ്ട്. അതേപോലെ ടി ബി എന്നുള്ള വേറൊരു മെട്രിക്സ് ആയിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആർ എൻ എന്ന് ആർ എമ്മിലേക്ക് ഉണ്ട്. ഓക്കെ, മാത്രല്ല ടി എ ഓഫ് ടി ഓഫ് എക്സ് ഈക്വൽ ടു ടി ബി ഓഫ് എക്സ് ആണ് ഫോർ ഓൾ എക്സ്. അങ്ങനെയാണെങ്കിൽ ആ എയും ബിയും ഉണ്ടല്ലോ, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ടി ഓഫ് എക്സും ടി ബി ഓഫ് എക്സും ഈക്വൽ ആണ് എല്ലാ സമയത്തും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല, എയും ബിയും ഈക്വൽ ആവുമെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടി എ എന്നുള്ള ഈ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എ ആണല്ലോ. ഈ എ എന്നുള്ള മെട്രിക്സിലെ ഇങ്ങനെയല്ല ഉണ്ടാവുക എലമെന്റ്സുകൾ. ഇതിന്റെ ഈ ഫസ്റ്റ് കോളം എന്നാൽ അത് ടി എ ഓഫ് ഇ വൺ അല്ലേ? ടി എ ഓഫ് ഇ വൺ അല്ലേ അതിന്റെ ഫസ്റ്റ് കോളം. അതേപോലെ ഇവിടെ ടി ബി എന്നുള്ള ഓപ്പറേഷൻ ഉണ്ട്. ആ ബി അതിന്റെ കറസ്പോണ്ടിങ് ബി എന്നുള്ള മെട്രിക്സ് ഇതാണെന്ന് വിചാരിക്കും. രണ്ടും എം ബൈ എൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് കോളം ആരായിരിക്കും? ടി ബി ഓഫ് ഇ വൺ അല്ലേ? ടി ബി ഓഫ് ഇ വൺ അല്ലേ അതിന്റെ ഫസ്റ്റ് കോളം. അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞു ടി എ ഓഫ് എക്സും ടി ബി ഓഫ് എക്സും എല്ലാ സമയത്തും ഈക്വൽ ആണ്. അങ്ങനെയാകുമ്പോൾ ടി എ ഓഫ് ഇ വണ്ണും ടി ബി ഓഫ് ഇ വണ്ണും ഈക്വൽ ആവണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോളം ഈക്വൽ ആവണ്ടേ? ഈ ഒരു കോളം ഈക്വൽ ആവണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ എലമെന്റും ഈക്വൽ ആണ്, ഈ എലമെന്റും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് രണ്ട് കോളംസും ഈക്വൽ ആയി. അതുപോലെ ഇതിന്റെ രണ്ടാമത്തെ കോളം എന്തായിരിക്കും വരിക? ടി എ ഓഫ് ഇ ടു അല്ലേ? ഇതിന്റെ രണ്ടാമത്തെ കോളം ടി ബി ഓഫ് ഇ ടു അല്ലേ? അത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ കോളം ഈക്വൽ ആണല്ലേ? എന്നെങ്കിൽ ഇതിന് ഈക്വൽ കിട്ടി, നമുക്ക് തന്നിട്ടുണ്ട് ടി ഓഫ് എക്സ് ഈക്വൽ ടു ടി ബി ഓഫ് എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഈക്വൽ ആവൂലേ? ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാ? ഈ രണ്ട് കോളം ഈക്വൽ ആണെങ്കിൽ ഇതാ, അപ്പൊ ഈ കോളം ഈക്വലായി, ഈ കോളം ഈക്വലായി. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ എന്ന് ഇവരെ എടുക്കുകയാണെങ്കിൽ ഈ കോളം ഈക്വൽ ആയാൽ ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആയില്ലേ? therefore a ഈക്വൽ ടു ബി എന്ന് എഴുതിക്കൂടെ? ഓക്കെ, നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ ടി ഫ്രം ആർ സ്ക്വയർ എന്ന് ആർ ക്യൂബിക്ക് ഡിഫൈൻഡ് ബൈ ടി ഓഫ് x1 x2 ഈക്വൽ ടു 2x1 plus x2 x1 minus 3x2 minus x1 plus x2 ഇങ്ങനെ ഒന്നുണ്ട്. ഈ ടി എന്നുള്ള മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് ഓപ്പറേഷൻ എന്തായിരിക്കും വരിക? കറസ്പോണ്ടിങ് മെട്രിക്സ് എന്തായിരിക്കും വരിക നോക്കുമ്പോൾ നമുക്ക് ആദ്യം ടി ഓഫ് ഇ വൺ കാണണം. എനിക്കറിയാം അതിന് ഉത്തരം എന്തായിരിക്കും വരിക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 1 1 minus 3 minus 1 1 ആയിരിക്കും വരിക, എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ടി ഓഫ് ഇ വൺ കാണണം. ഇ വൺ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എലമെന്റ് ആർ സ്ക്വയറത്തെ. അപ്പൊ ടി ഓഫ് 1 0 കാണണം. ടി ഓഫ് 1 0 എന്ന് പറയുമ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 2 1 minus 1 കിട്ടും. അതേപോലെ ടി ഓഫ് ഇ ടു കാണും. ടി ഓഫ് ഇ ടു എന്താ? ടി ഓഫ് 0 1 കാണും. ടി ഓഫ് 0 1 കാണുമ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into 0 plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 minus 3 1 കിട്ടും. therefore എ എന്നുള്ള മെട്രിക്സ് ആരാ അറിയോ? എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക, ടി ഓഫ് ഇ വൺ ബാർ ടി ഓഫ് ഇ ടു. അഥവാ ഫസ്റ്റ് കോളം ടി ഓഫ് ഇ വൺ, സെക്കൻഡ് കോളം ടി ഓഫ് ഇ ടു. ടി ഓഫ് ഇ വൺ ആരൊക്കെയാ? ടി ഓഫ് ഇ വൺ എന്ന് പറഞ്ഞാൽ 2 1 minus 1. ടി ഓഫ് ഇ ടു ആരാ? 1 minus 3 1. ഇങ്ങനെ നമുക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ.